ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ ഏറ്റവും ഗംഭീരമായ ചാപ്റ്റേഴ്സിൽ ഒന്നാണ് കോണിക് സെക്ഷൻസ്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മൾ അത് ഗംഭീരമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. സോ ഈ കാണുന്ന വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണുക, മനസ്സിലാക്കുക ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് കാര്യം, ഏത് ടോപ്പിക്കാണ് ബോർഡ് എക്സാമിന് എല്ലാ കൊല്ലം ചോദിക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കാണുന്ന ടോപ്പിക്കിന്റെ പേര് പറയും, മറ്റൊന്നുമല്ല എലിപ്സ്. ആൻഡ് ആ കാണുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവനാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരുപാട് തവണയാണ് ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അതും 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് നിരന്തരം ഈ ഒരു ചോദ്യം ബോർഡ് എക്സാമിന് ചോദിക്കാറ്. സോ ഫോക്കസ് കണ്ടുപിടിക്കാം, വേർട്ടെക്സ് കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഇങ്ങനെ 4 കാര്യം കാണാനാണ് ചോദ്യം. ഓരോ കാര്യത്തിനും ഓരോ മാർക്ക് വെച്ച് മൊത്തമായിട്ട് 4 മാർക്കാണ് ബോർഡ് എക്സാമിന് ഈ കാണുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് ഇവൻ ഏത് എലിപ്സ് ആണെന്ന്, ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ. എക്സിന് താഴെ വലുത്, എക്സിന്റെ താഴെ വലിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലായി എക്സ് ആക്സ് ആണ് മേജർ ആക്സിസ്. എക്സ് ആക്സ് ആണ് മേജർ ആക്സിസ് എങ്കിൽ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മുടെ എലിപ്സ് ഹൊറിസോണ്ടൽ എലിപ്സ് ആണെന്ന്. സോ ഹൊറിസോണ്ടൽ എലിപ്സ്, എലിപ്സിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. ആൻഡ് ഈ കാണുന്ന ഹൊറിസോണ്ടൽ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും, എ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്, ആൻഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല അത് 9 ആണ്. വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3. എയും ബിയും കിട്ടിക്കഴിഞ്ഞു. ആവശ്യം ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് c,0 ആണ്. സോ ഫോക്കസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സി ആവശ്യമുണ്ട്. വിച്ച് മീൻസ് ഒറ്റ ബന്ധം മാത്രം മതി, എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താണ് സി കാണാൻ പറ്റും. എ സ്ക്വയർ എന്ന് പറയുന്നത് അത് 25 ആണ്, ബി സ്ക്വയർ 9 ആണ്. സോ 25 ഈക്വൽ ടു 9 പ്ലസ് സി സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് സി സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9 വിച്ച് മീൻസ് 16. സി ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഫോക്കസ് സി 4 എന്ന് കിട്ടി. സോ ഫോക്കസ് സി 4 ആയി കഴിഞ്ഞാൽ മക്കളെ വളരെ സുഖമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഫോക്കസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് c,0 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി എന്ന് പറഞ്ഞാൽ 4 ആണ്, 4,0. അടുത്ത വേർട്ടെക്സ് ഞാൻ വി എന്ന് പറഞ്ഞു. വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല, പ്ലസ് ഓർ മൈനസ് a,0. സോ പ്ലസ് ഓർ മൈനസ് a,0 മീൻസ് പ്ലസ് ഓർ മൈനസ് എ ആരാ, എ എന്ന് പറയുന്നത് 5 ആണെന്നറിയാം, 5,0. അടുത്ത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈക്വൽ ടു 2a, ഈക്വൽ ടു 2 ഇൻറ്റു എ. എന്താ എ എന്ന് പറയുന്ന മക്കളെ അത് 5 ആണെന്നറിയാം. സോ 2 ഇൻറ്റു 5 ഈക്വൽസ് 10. അടുത്ത ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, ഞാൻ അതിനെ എൽ എന്ന് വിളിച്ചു. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്താ ഫോർമുല, 2b സ്ക്വയർ ബൈ എ ഇറ്റ് സെയിം ആസ് 2 ഇൻറ്റു ബി സ്ക്വയർ നമുക്കറിയാം 9 ആണ്, 2 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ എ മീൻസ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 5 വിച്ച് മീൻസ് 18/5. യെസ്, എ 5 ആണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ചോദിക്കാം എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇ ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറയുന്നത് ആരാണ്, 4 ആണ്, 4 ബൈ എ മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 5. എക്കാലം ഓർത്തിരിക്കുക, നിങ്ങളുടെ എക്സെൻട്രിസിറ്റി എഴുതി എലിപ്സിൻ്റെ 4/5 എന്ന് കിട്ടി, അത് 1നേക്കാളും താഴെയാണ്. അതായത് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എക്കാലവും എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ, ലെസ് ദാൻ 1. ഓക്കെ, എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി കേട്ടോ, എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1. ഇനി ഹൈപ്പർബോള ആയി കഴിഞ്ഞാൽ ഹൈപ്പർബോള നേരെ തിരിയും, എക്സെൻട്രിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഒന്ന് നോട്ട് ചെയ്തോളൂ, എലിപ്സിന്റെ കേസിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും, ഹൈപ്പർബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സെക്കൻഡ് ടൈം എക്സാമിന് പണ്ടൊരിക്കൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഏത് കോണിക്കിൻ്റെയാണ് എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1? ആ നിമിഷം പറയണം എലിപ്സിൻ്റെ ആണെന്ന്. മനോഹരമായ ചോദ്യമായിരുന്നു. അതിലേക്കാണത് ഇവൻ പഠിപ്പിക്കുന്നത്. നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇങ്ങനെ ഷേപ്പ് ഉണ്ട്, ഈ കാണുന്ന ഷേപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ഇവന്റെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ഇക്വേഷൻ? ഇത് ഏത് ടൈപ്പ് എലിപ്സ് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ആക്സിസ് ആണ് വലുതായി നിൽക്കുന്നത്, അതായത് മേജർ ആക്സിസ് ആണ് വൈ ആക്സിസ്. വൈ ആക്സിസ് മേജർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, വൈയുടെ താഴെയായിരിക്കും വലിയ സംഖ്യ വരാ, വൈയുടെ താഴെ വലുത്. സോ വൈയുടെ താഴെ എ സ്ക്വയർ ആൻഡ് ഹിയർ ബി സ്ക്വയർ. സോ എയും ബിയും എല്ലാം തന്നെ ആവശ്യമുണ്ട്. ഈ കാണുന്നതാണ് മക്കളെ വേർട്ടെക്സ്, അതായത് ഇത് 3,0,3, ഇത് 0,-3. അപ്പോൾ തന്നെ പിടികിട്ടി എ എന്താണ്, എ ഇസ് 3.
A3 എന്ന് കിട്ടി. ബിയോ ഈ കാണുന്ന മൈനർ ആക്സ് ആണ്. ഈ കാണുന്നത് മൈനർ ആക്സിസിലെ കോർഡിനേറ്റ് നോക്കാതെ ഇവൻ 2,0. അതാണ് ബി. മൈനർ ആക്സിസിലെ കോണിക്കിന്മേൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതോ അതാണ് ബി. സോ ബി ഈക്വൽ ടു, സോ എയും കിട്ടി ബിയും കിട്ടി. ആൻഡ് ദി ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് x² ബൈ b² ആണ്. സോ x² ബൈ 2² പ്ലസ് y² ബൈ a² ആണ്. a² a3 ആണ്. 3² ഈക്വൽ ടു 1. സോ x² ബൈ 4 പ്ലസ് y² ബൈ 9 ഈക്വൽ ടു 1. ഒന്നാമത്തെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുന്നത്? ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ. ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ തന്നെ ആലോചിച്ചു എങ്ങനെയാണ് സി കണ്ടുപിടിക്കുക? കാരണം ഫോക്കസ് ആണല്ലോ സി എന്ന് കോർഡിനേറ്റ്. സി വേണം. അപ്പോൾ എയും ബിയും അറിയാം. സി കണ്ടുപിടിക്കാൻ വേണ്ടി എയും ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബന്ധമുണ്ടെന്നറിയാം. മറ്റൊന്നുമല്ല, a² ഈക്വൽ ടു b² പ്ലസ് c². a² എന്ന് പറയുന്നത് a² 3 × സ്ക്വയർ 3² ഈക്വൽ ടു 2² പ്ലസ് c², വിച്ച് മീൻസ് ഇവൻ 9 ആണ്, ഇവൻ 4 ആണ്. 9 മൈനസ് 4, 9 ഈക്വൽ ടു 4 പ്ലസ് c², which implies c² equal to 9 minus 4 5 എന്ന് കിട്ടി. c equal to √5. അതായത് ഫോക്കസ് പ്ലസ് ഓർ മൈനസ്, ശ്രദ്ധിക്കണം, ഫോക്കസ് എവിടെ ഇരിക്കും? മേജർ ആക്സിസിൽ. അതായത് ഫോക്കസ് നിൽക്കുന്നത് ഇവിടെ y ആക്സിസിൽ. y ആക്സിസിലെ ഏത് പോയിന്റ് നോക്കിയാലും 0, പ്ലസ് ഓർ മൈനസ് a ആണെന്നറിയാം. സോറി c ആണെന്നറിയാം. സോ 0, സം പ്ലസ് ഓർ മൈനസ് c. സോ 0, പ്ലസ് ഓർ മൈനസ് √5. സോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് 0, പ്ലസ് ഓർ മൈനസ് സി ആയിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, y ആക്സിസ് ആണ് മേജർ ആക്സിസ്. മേജർ ആക്സിസിലേക്ക് നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. മേജർ ആക്സിസ് ലെങ്ത് അറിയാം 26. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 5,0. ഇവിടുന്ന് പറയാൻ പറ്റും ഇത് ഏത് എലിപ്സ് ആണെന്ന്. ഓക്കെ, എലിപ്സിൻ്റെ മേജർ ആക്സിസ് ലെങ്ത് ആണ് 26, വിച്ച് മീൻസ് 2a ആണ് മക്കളെ. 26 a3 ആണ് 13. അവിടെ നമുക്ക് പറയാൻ പറ്റിയ ഏത് എലിപ്സ് ആണെന്ന്. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 5,0, വിച്ച് മീൻസ് ഫോക്കൈ ലൈസിൻ ഈ കാണുന്ന പോയിന്റ് ഏത് ആക്സില? എക്സ് ആണോ വൈ ആണോ? എക്സ് ആക്സിലെ. എക്സ് ആക്സിലാണ് ഫോക്കസ് എങ്കിൽ പറയാൻ പറ്റും എക്സ് ആക്സ് ആണ് മേജർ ആക്സിസ്. എക്സ് ആക്സ് മേജർ ആയി കഴിഞ്ഞാൽ നമ്മളുടെ എലിപ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എലിപ്സ് ആയിരിക്കും. ആൻഡ് ആ കാണുന്ന ഹൊറിസോണ്ടൽ എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എ കിട്ടിക്കഴിഞ്ഞു 13, സി കിട്ടിക്കഴിഞ്ഞു 5, എയും സിയും കിട്ടിക്കഴിഞ്ഞു. ബി കണ്ടുപിടിക്കണം. അത് മാത്രമാണ് എയും വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? a² ഈക്വൽ ടു b² പ്ലസ് c². സോ a² 13² ആണ് ഈക്വൽ ടു b² പ്ലസ് c² 5² ആണ്. സോ 13² 169, 5² 25. സോ വിച്ച് ഇംപ്ലൈസ് b² ഈക്വൽ ടു 169 മൈനസ് 25, അതായത് 144. സോ b² 3 ആണ് 144. സോ x² ബൈ a² 13² 169 പ്ലസ് y² ബൈ b² 144 ഈക്വൽ ടു 1. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതിമനോഹരമായിട്ട് എല്ലാവർക്കും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് എലിപ്സിൻ്റെ ചോദ്യങ്ങൾ നിരന്തരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ സെക്കൻഡ് ടേം എക്സാമിനും എല്ലായിടത്തും ചോദിക്കാറും. ഇത് ആരാണ്? എലിപ്സ് ആണ്. കാണുമ്പോൾ എലിപ്സ് പോലെ x² y² ഉണ്ട്. ഞാനിവന് ഉൾപ്പെടുത്താൻ കാരണം പോലും അതാ. പെട്ടെന്ന് കാണുമ്പോൾ എലിപ്സ് എന്ന് തോന്നും. എലിപ്സ് അല്ല. എന്താ കാര്യം എന്നറിയോ? ഇവിടെ മൈനസാണ്. അപ്പോൾ ഇടയിൽ നടുക്ക് മൈനസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാതെ എലിപ്സ് അല്ല, അവൻ്റെ പേരാണ് ഹൈപ്പർബോള. അപ്പോൾ 2 ടൈപ്പ് ഹൈപ്പർബോള ഉണ്ട് അറിയാം. ഇവിടുത്തെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്തായിരിക്കും? ആദ്യം വന്നത് എക്സ് ആയതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, യെസ്, ഇവൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് ഈ കാണുന്നതാണ് മക്കളെ ഇവൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇവനെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഹൈപ്പർബോള ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന ഒരു ഹൈപ്പർബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് a² 9 ആണ് ആൻഡ് b² 16 ആണ്. അതായത് a എന്താണ് 3ഉം b എന്താണ് 4ഉം. എയും ബിയും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഫോക്കസിന് വേണ്ടി സി വേണം. സി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയ മാറ്റമുണ്ട് എൻ്റെ എലിപ്സിൻ്റെയും ഹൈപ്പർബോളയുടെയും എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ. എലിപ്സിനകത്ത് a² ഈക്വൽ ടു b² പ്ലസ് c². ഇതാണ് എലിപ്സിൽ.
ഈ കാണുന്ന പ്ലസും ഈക്വൽറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. പക്ഷേ ഇങ്ങനെ എത്ര ഉള്ളൂ? അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ്? 9. ബി സ്ക്വയറോ 16 ഈക്വൽ ടു സി സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് സി സ്ക്വയർ ഈക്വൽ ടു 25, സി ഈക്വൽ ടു 5. കഴിഞ്ഞു. ഫോക്കസ് എപ്പോഴും ട്രാൻസ്വേഴ്സ് ആക്സിലാണ്. വേർട്ടെക്സ് എപ്പോഴും ട്രാൻസ്വേഴ്സ് ആക്സിലാണ്. ഇവിടുത്തെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് ഗൈസ് മേക്ക് എ നോട്ട്, ഫോക്കസ് വിൽ ബി ഓൺ എക്സ് ആക്സിസ് സം പ്ലസ് ഓർ മൈനസ് സി കോമ 0, അതായത് പ്ലസ് ഓർ മൈനസ് 5,0. വേർട്ടെക്സ് എന്ന് പറയുന്നത് മക്കളെ പ്ലസ് ഓർ മൈനസ് എ കോമ 0. വേർട്ടെക്സ് എക്സ് ആക്സിലായിരിക്കും. പ്ലസ് ഓർ മൈനസ് ഇവിടുത്തെ എത്രയാണ്? എ എന്ന് പറയുന്നത് 3 ആണെന്ന് അറിയാം. 3,0. ഫോക്കസും വേർട്ടെക്സും കിട്ടി. എന്താ വേണ്ടേ? എക്സെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ലാറ്റക്സ് സ്പെക്ട്രം. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ. സി എന്താ? സി 5. എ എന്താ? 3. 5/3. കണ്ടോ? 5/3 ഈസ് ഗ്രേറ്റർ ദാൻ 1. പൊളിച്ചു. And finally, length of lattice rectum, it is same as 2b square by a. It is same as 2 into b square എന്ന് പറഞ്ഞാൽ 16. 2 into 16 by a3 ആണ്. അതായത് 32/3. ഇതാണ് മക്കളെ ഈ കാണുന്ന ചാപ്റ്ററിലെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ എല്ലാ മക്കൾക്കും ഈ കാണുന്ന ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ കാണുന്ന ചാപ്റ്ററിൽ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല +1 മാത്സിൽ നിങ്ങൾക്ക് കോൺഫിഡൻസിൻ്റെ ആവശ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എക്കാലവും ഉണ്ടാവും. നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ +1 ക്ലാസ്സിലെ ഏത് പാഠവും കമത്തി അടിക്കുന്നു പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. സോ ബൈ. സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.